നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പറ്റിക്കുകയാണെന്ന തോന്നലാണ്. ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ അവരെയും സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷേ ആ വ്യക്തിക്ക് തോന്നുകയാണ് നിങ്ങൾ അവരെ പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ അഭിനയ സ്നേഹവുമായി ആണ് നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്നത് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് നിങ്ങളിൽ സംശയമുണ്ടാക്കുന്നു എന്നർത്ഥം. അങ്ങനെ സംശയം ഉണ്ടാകുക ആണെങ്കിൽ ആ വ്യക്തി മെല്ലെ മെല്ലെ നിങ്ങളിൽ നിന്ന് അകലുന്നത് കാണാവുന്നതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളവരെ കാര്യമാക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് കുറേ നാൾ തുടരുമ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയിലുള്ള ഭാവം ചെറിയ രീതിയിലോ അല്ല വലിയ രീതിയിലോ മാറിക്കഴിയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എപ്പോഴും കുറ്റപ്പെടുത്തുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളെ വിട്ടുപോകും. നിങ്ങളെക്കുറിച്ചുള്ള ആ സ്വഭാവം തന്നെ അവരുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കും. അവരെ ചേർത്ത് പിടിക്കാത്ത ഒരു വ്യക്തിയെ അവർ ഒരിക്കലും അംഗീകരിക്കില്ല. ആ സാഹചര്യത്തിൽ അവർ മാറിപ്പോകുന്നു. ഇതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ശാരീരിക ഉപദ്രവം. നിങ്ങളൊരു വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനസികമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുന്നതാണ്. കാരണം അവർ മുന്നോട്ട് കുറേ നോക്കും, എന്നിട്ടും ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ അവർ ഉറപ്പായും വിട്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത്. ഇങ്ങനെയാണ് മറ്റുള്ള പല ബന്ധങ്ങളും തകർന്നു പോകുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാകും, അവരൊക്കെ നമുക്ക് കീഴ്പ്പെട്ട് നിൽക്കുമെന്ന്. പക്ഷേ അവർ പോയിട്ടുണ്ടാകും. ഇതൊരു സത്യമാണ്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് മാനസികമായി തകർത്തു കളയുന്നവരെ. അത് നിങ്ങൾ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും അങ്ങനെ ഏതവസ്ഥയിലും മാനസികമായി തകർക്കുന്നവരെ അവർ വിട്ടുപോകുന്നതാണ്. മൊത്തത്തിൽ നിങ്ങളിൽ നിന്ന് തകർച്ചയുടെ അനുഭവമാണ് സംഭവിക്കുന്നത് എങ്കിൽ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ എത്ര തന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളിൽ നിന്ന് തുടർച്ചയായി മാനസികമായി വേദനകൾ ഏൽക്കുമ്പോൾ അവർ വിട്ടുപോയിട്ടുണ്ടാകും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് അവരെ ആരുമല്ലാതാക്കുക. അതായത് അവർ നിങ്ങളോട് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളത് കാര്യത്തിലെടുക്കാതിരിക്കുക. അതായത് അവരെ നിങ്ങൾ ആരുമല്ലാതാക്കുക. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നൊരു ഭാവമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അവർ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാകും നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ആരുമല്ലാത്ത അവസ്ഥയിലാണ് ആക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അവർ നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യും. സ്നേഹിക്കുന്നവരെ എപ്പോഴും സ്നേഹിച്ച് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും. ഇത് ഓരോ ആൾക്കാരും അവരവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത് അവരെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ അവരെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് ആ വ്യക്തി അറിയുകയാണെങ്കിൽ ആ വ്യക്തി ഉറപ്പായും നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാകും. നിങ്ങൾ വിചാരിക്കും മറ്റുള്ളവരോടുള്ള സൗഹൃദവും സ്നേഹവും കാര്യങ്ങളുമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് പോകുകയാണെന്ന്. അതായത് അതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഭാവമാണ്. എന്നാൽ ആ വ്യക്തി അതൊന്നും മനസ്സിലാക്കില്ല. നിങ്ങൾ എത്ര നല്ല സൗഹൃദം കൊണ്ടുപോയാലും എന്തൊക്കെ ബന്ധങ്ങൾ കൊണ്ടുപോയാലും അതൊക്കെ നെഗറ്റീവായി എടുത്തുകൊണ്ട് ആ വ്യക്തിയോട് സ്നേഹമില്ല എന്ന അവസ്ഥയിൽ ആ ഹൃദയം ആയിത്തീർന്നുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ വിട്ടു പോകുന്നതാണ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കണം. സ്നേഹബന്ധങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകുന്നതാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഒരിക്കലും വിട്ടുപോകില്ല. നിങ്ങളെ സ്നേഹിച്ചു കൂടെ നിൽക്കും. നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുമെന്ന്.
ഇതൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവസാനം നിങ്ങൾ തകർന്നു പോകാൻ ഇടയാകും. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യമാണ്.